ഭൂതകാലം സിനിമയിൽ ശരിക്കും നമ്മൾ പേടിക്കേണ്ടിരുന്നത് പ്രേതത്തെയല്ല, രേവതി അവതരിപ്പിച്ച ആശ എന്ന കഥാപാത്രത്തെയാണ്. ഈ കഥാപാത്രത്തിന്റെ വിചിത്രമായ പ്രവൃത്തികളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സിനിമയുടെ ഒരു സീനിൽ പോലും അവർ ചിരിക്കുന്നില്ല, ഒന്നിനും അവർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല. സ്വന്തം മകനോട് പോലും സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധം ശൂന്യമായ വികാരങ്ങളാണുള്ളത്. ഒരു ഇമോഷണൽ നംനെസ്, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പോലും അനുഭവിക്കാൻ സാധിക്കാതെ ഇമോഷണലി ഷട്ട് ഡൗൺ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ആശയുടെ. രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ഇരിക്കുന്ന അവസ്ഥ, ഇൻസോമിയ, പല സീനിലും നമുക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് അവർക്കൊരു തളർച്ച അനുഭവപ്പെടുന്നുണ്ട്, ഒരു ക്ഷീണം, ഒന്നിനും ഒരു എനർജി ഇല്ലാത്ത അവസ്ഥ. ഇവർക്കൊരു ഫിസിക്കൽ ഫെറ്റീഗ് സംഭവിക്കുകയാണ് അവിടെ. അതുപോലെ ചെറിയ കാര്യങ്ങൾ പോലും അവർ ട്രിഗർ ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ട്, പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതായത് ഒരു ഇറിറ്റബിലിറ്റി അവർ കാണിക്കുന്നുണ്ട്. പല സീനിലും മകനോടുള്ള പെരുമാറ്റം ഇതിനൊരു ഉദാഹരണമാണ്. ക്രയോണൊക്കെ എടുത്തു കൊടുക്കുന്ന സീന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെന്തോ ഹെവി ആയിട്ടുള്ള ടാസ്ക് ചെയ്യുന്ന പോലെയാണ് അത് ചെയ്യുന്നത്. അതുപോലെ പതുക്കെയാണ് അവർ നടക്കുന്നത്, സംസാരിക്കുന്നത്, റിയാക്ട് ചെയ്യുന്നതൊക്കെ. ഇതൊക്കെ അവർക്ക് സൈക്കോ മോട്ടോർ റിട്ടാർഡേഷൻ സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഒരു നെയ്ബർ വന്നിട്ട് അവർക്ക് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒട്ടും താല്പര്യമില്ലാതെ അവർ വീട്ടിനകത്തേക്ക് കയറി പോവുകയാണ്. എന്നിട്ട് വാതിലും ജനവാതിലൊക്കെ അടയ്ക്കുന്നുണ്ട്. പിന്നീട് മകനും കൂടെ തൻ്റെ ഈ അവസ്ഥയിലേക്ക് എത്താമെന്ന് തിരിച്ചറിയുമ്പോൾ അവർക്ക് ജീവിതത്തിലൊരു നിരാശ വരികയാണ്, ഒരു ഹോപ്പ്ലെസ്നെസ് വരികയാണ്. ഇനി ഒന്നും ശരിയാവാൻ പോകുന്നില്ല, ഇനി ഒരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാവില്ല എന്ന് തോന്നുമ്പോൾ അവരെന്ത് ചെയ്യാണ്, സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൂടെ മകനെയും കൂടെ കൊല്ലാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ സിംറ്റംസ് എല്ലാം കാണിക്കുന്നത് പ്രേതബാധയല്ല, മറിച്ച് ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്ന കണ്ടീഷനാണ്. സങ്കടം എന്ന വികാരത്തിനപ്പുറം ഒരു മനുഷ്യൻ്റെ ചിന്തകളെയും ഉറക്കത്തിനെയും വിശപ്പിനെയും ബന്ധങ്ങളെയൊക്കെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ടാണ് ഈ സിനിമയിൽ ആവിഷ്കരിക്കുന്നത്. വേണ്ട വിധത്തിൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടാതെ വരുമ്പോൾ ഒരാൾ ആളുടെ ജീവിതത്തിലും കുടുംബത്തിൽ നിന്നൊക്കെ പൂർണ്ണമായി ഒറ്റപ്പെട്ടു പോവുകയാണ്. ശരിക്കും ഈ ഒരു പ്രേതാലയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രേതത്തിൻ്റെ പ്രസൻസുള്ള വീട് എന്ന് പറയുന്നത്, ഇതൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത ഒരാളുടെ മനസ്സിനെയാണ് ആക്ച്വലി ഇത് ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്.